അപ്പോൾ കണ്ണൂരിലേക്ക് പയ്യന്നൂരിലും തളിപ്പറമ്പിലും വിമതർ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഞെട്ടലിലാണ് CPIM. 11-ൽ 5 പാർട്ടി തോറ്റുപോയി. പേരാവൂരിൽ KK ശൈലജയ്ക്കും പിടിച്ചു നിൽക്കാൻ ആയില്ല. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആടി ഉലഞ്ഞു. പാർട്ടിക്കത് കണ്ടില്ലെന്ന് നടിക്കാനുമാവില്ല. അഴീക്കോടും കൂത്തുപറമ്പും കപ്പിനും ചുണ്ടിനിടയിൽ നഷ്ടമായത് ലീഗിനെ നിരാശരാക്കി. അർജുൻ കല്യാണിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. സണ്ണി ജോസഫിന് KPCC പ്രസിഡന്റിന് നൽകുന്ന വലിയ സ്വീകരണമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ 50 വർഷമെങ്കിലുമായി CPM-ന്റെ ഉലയാത്ത കോട്ടയാണ് നമുക്കറിയാം തളിപ്പറമ്പ്, അതോടൊപ്പം പയ്യന്നൂര്. ഇതൊക്കെ കടപുഴക്കി അങ്ങ് പോയി UDF കൊണ്ടുപോയി. അതും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മത്സരിച്ച വിമതരായിട്ടുള്ള ആളുകൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ, ധർമ്മടം എന്ന മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ടും പിന്നിലായിരുന്നു എന്ന് പറയുമ്പോൾ, അതോടൊപ്പം ഈ മട്ടന്നൂരും കല്യാശ്ശേരിയും പോലെയുള്ള കോട്ടകളിൽ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു. ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞു. KK ശൈലജ ടീച്ചർ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഉരുക്ക് കോട്ടയെന്ന CPM ഊറ്റം കൊള്ളുന്ന കണ്ണൂരിൽ വലിയ തിരിച്ചടി CPM-ന് നേരിട്ടെന്ന് ഉറപ്പിക്കാമല്ലേ അർജുൻ? ഷിഹാസ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ ആകെ 11 മണ്ഡലങ്ങളിൽ 9 ഇടങ്ങളിലും LDF ആണ് വിജയിച്ചത്. 2 ഇടങ്ങളിൽ മാത്രമാണ്, ഇരിക്കൂറും പേരാവൂരിലും മാത്രമായിരുന്നു UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചത്. എന്നാൽ ഇത്തവണ അത് 6-5 എന്ന നിലയിലാണ് സീറ്റിന്റെ കണക്ക്. അതായത് 6 സീറ്റിൽ LDF-ഉം 5 UDF-ഉം UDF പിന്തുണക്കുന്ന സ്ഥാനാർത്ഥികളുമാണ് വിജയിച്ചിരിക്കുന്നത്. അതിൽ 6 തന്നെ 2 കൂത്തുപറമ്പിലും അഴീക്കോടും നേരിയ ഭൂരിപക്ഷത്തിന്, കൂത്തുപറമ്പിൽ 1200 ചില്ലാനും വോട്ടിനും അഴീക്കോട് 349 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും മാത്രമാണ് LDF സ്ഥാനാർത്ഥികൾ നിയമസഭയിലേക്ക് കടന്നുകൂടിയത് എന്ന് പറയാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ വളരെ ദയനീയമായിട്ടുള്ള ഒരു തോൽവി തന്നെയാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് CPIM-ഉം LDF-ഉം ഒക്കെ ഇത്തവണ നേരിടേണ്ടി വന്നത്. അതിൽ തന്നെ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ഒന്ന് പയ്യന്നൂരും മറ്റൊന്ന് തളിപ്പറമ്പുമാണ്. CPIM-ന്റെ നേതൃനിരയിൽ നിന്നും പാർട്ടി വിട്ട് അവസാനം UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുകയും ചെയ്ത 2 മണ്ഡലങ്ങൾ. അവിടെ പയ്യന്നൂരിലൊക്കെ വലിയ വോട്ട് ചോർച്ച, തളിപ്പറമ്പിലും സമാനമായ രീതിയിൽ തന്നെയുള്ള വോട്ട് ചോർച്ച CPM-ന് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. UDF ജയിച്ച ഇടങ്ങളിലൊക്കെ, ഇരിക്കൂറൊക്കെ 42,000-ന് മുകളിലാണ് UDF-ന്റെ ഭൂരിപക്ഷം. പേരാവൂരിലും 10,000-ന് മുകളിലേക്ക് സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം കടന്നു. അത്തരത്തിൽ വളരെ മികച്ച വിജയം UDF നേടുന്നു. ദയനീയമായിട്ടുള്ള പരാജയം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നു. അത്തരത്തിൽ വലിയ ഗൗരവമായിട്ടുള്ള സംഘടനാ പരിശോധന വേണ്ടുന്ന ഒരു തോൽവിയാണ് CPM-നെ സംബന്ധിച്ച് കണ്ണൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ഷിഹാസ്, അതുതന്നെയാണ് അർജുൻ. ഇന്ത്യയിലെ തന്നെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവപ്പ് കോട്ടയാണ്. സംഘടന സംവിധാനം ഏറ്റവും ഉള്ളൊരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂരിൽ നിന്ന് വിടുന്ന മുഖ്യമന്ത്രിയാണ്. 17 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രിയായി കൂടി അദ്ദേഹം ഭരണ സംവിധാനം അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു. സംഘടനാ സംവിധാനവും പാർട്ടിയും എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു. പലപ്പോഴും ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരം അത് വീട്ടിൽ പോയി ചോദിക്കാനും കടക്ക് പുറത്ത് എന്നൊക്കെയാണെങ്കിൽ ഇനി ആ ഉത്തരം കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ ആകെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരുപക്ഷേ താങ്കൾ വിസമ്മതിച്ചാലും അല്ലെങ്കിൽ മറുപടി പറയാൻ ബുദ്ധിമുട്ട് പറഞ്ഞാലും, പക്ഷേ കണ്ണൂർ എന്ന ചെങ്കോട്ടയിൽ ഇത്തവണ എന്തുകൊണ്ട് CPM ഈ പരുവത്തിൽ തകർന്ന് പഞ്ചറായി പോയി എന്നുള്ളതിൻ്റെ ഉത്തരം കഴിഞ്ഞ 10 വർഷം പാർട്ടിയെയും ഭരണ സംവിധാനത്തെയും ഒക്കെ നയിച്ച പിണറായി വിജയൻ മറുപടി പറഞ്ഞേ പറ്റൂ. സംഘടനയുടെ അകത്ത് എങ്കിലും അദ്ദേഹം മറുപടി പറഞ്ഞേ പറ്റൂ. പൊതുജനങ്ങളോടും അദ്ദേഹം മറുപടി പറഞ്ഞേ പറ്റൂ. അതാണിപ്പോൾ അവസ്ഥ. മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഈ പാർട്ടി തകർന്നടിഞ്ഞു പോയിട്ടുണ്ട്. ഒരു തിരിച്ചുവരവിന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്.